ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ്, ചക്കപ്പുഴുക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതെ, ഇതാണ് പുഴുക്കിനുള്ള ചക്ക. ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിന് ചുളയും കുരുവൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് പീസാക്കിയപ്പോൾ ഇത്രയുണ്ട്. നല്ലൊരു പുഴുക്കിനുള്ള ഉണ്ട് കേട്ടോ. ഇതേ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ചക്ക ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. ഓരോ ചുള എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഉണ്ട് ഈ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ചക്കക്കുരുവാണെങ്കിൽ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ചക്കക്കുരും ചക്കച്ചോളയും വട്ടത്തിലാണ് പുഴുക്കിന് അരിഞ്ഞ് വെക്കുന്നത്. പുഴുക്കിന് വട്ടത്തിലും ചക്ക അവിയൽ നീളത്തിലോ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് വരട്ടെ. ചക്ക ഇതേപോലെ അരിഞ്ഞ് വെച്ചു, ചക്കച്ചോള ഇതേപോലെ അരിഞ്ഞു, ചക്കക്കുരു ഉണ്ട് റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചു കേട്ടോ. പിന്നെ അരപ്പിനുള്ളത് തേങ്ങ, കാശ്മീരി ചില്ലി, ടർമറിക് പൗഡർ, ഗാർലിക്, പെപ്പർകോൺസ്, ഡ്രൈ പെപ്പർകോൺസും, ജീരകം. ഓക്കെ, പിന്നെ ഗ്രീൻ ചില്ലി, കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അരപ്പെന്ന് വെച്ചാൽ ഒത്തിരി അരിഞ്ഞു പോകില്ല കേട്ടോ. പരിപ്പിൻ്റെ അരപ്പ് പോലെയല്ല, തോരൻ്റെ കൂട്ട് ചതച്ചിടുകയല്ല, ഇൻ ബിറ്റ്വീൻ കേട്ടോ. അവിയലിനൊക്കെ അരയ്ക്കണ പോലെ തേങ്ങ അരച്ചെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഈ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം, പക്ഷേ ചിലപ്പോൾ ഈ ചക്ക വേഗത്തിൽ കുക്ക് ചെയ്ത് വരും കേട്ടോ. ആദ്യം തേങ്ങ അരച്ച് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ജീരകവും ഈ പെപ്പർകോൺസും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പം നന്നായിട്ട് അതെല്ലാം കൂടെ അരിഞ്ഞു വരും. അതിന് ശേഷം ബാക്കിയുള്ള തേങ്ങ അരച്ചെടുക്കുക. ആദ്യം ആ പെപ്പർകോൺസും ക്യുമിൻ സീഡും കുറച്ച് തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഈ തേങ്ങ, ബാക്കിയുള്ള തേങ്ങ ഒത്തിരി വരേണ്ട, ഞാൻ പറഞ്ഞല്ലോ അവിയലിൻ്റെ കൂട്ട് അരച്ചെടുക്കുക. നമുക്കതിങ്ങനെ നന്നായിട്ട് അരച്ചെടുത്ത് കേട്ടോ. ബാക്കി തേങ്ങ നമുക്ക് ഒത്തിരി അരച്ചെടുക്കണ്ട കേട്ടോ. ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ അവിയലിൻ്റെ അരപ്പ് പോലെ അരച്ചാൽ മതി. അതേ ബാക്കിയുള്ള തേങ്ങയും കറി ലീഫും ഇഞ്ചിലെല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചിട്ട് വരാം. ഇതേപോലെ അരച്ചെടുക്കുക, അവിയലിൻ്റെ അരപ്പ് പോലെ കേട്ടോ. അതിനുവേണ്ടി ഒരു കലമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചക്കച്ചോളയും ചക്കക്കുരും കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഇതിലാണ് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ, കുറച്ച് വെള്ളം, ടർമറിക് പൗഡർ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വരുമ്പോഴൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് കുക്കായിട്ട് നമുക്ക് ഈ അരിപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ടോ, സാൾട്ടിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഉപ്പിട്ടിട്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു ഹാഫ് കുക്ക്, പകുതി വേവായിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അത് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ അമ്മ വീഡിയോ കോളൊക്കെ വന്നിട്ട് കറക്റ്റ് മെഷർമെൻ്റൊക്കെ പറഞ്ഞ് തന്ന് എടുത്ത അരപ്പാട്ടോ ഇത്. ഇതിപ്പം കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അരപ്പിടുമല്ലോ, അരപ്പിട്ടിട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ വെക്കും. അപ്പം ഇത് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അരപ്പ് ഇട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കിത് 2-3 മിനിറ്റ് ഒന്ന് എല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഉണ്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് റെഡി ഉണ്ട്. ഇതേപോലെ ഇരിക്കണം. പുഴുക്കെന്ന് പറയുമ്പം വെള്ളം ഒത്തിരി വരില്ല കേട്ടോ. ഇങ്ങനെ ഇരിക്കണം, നമ്മളെടുക്കുമ്പോൾ ഇതേപോലെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒത്തിരി വെള്ളം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് ചക്കയ്ക്കകത്ത് ഒത്തിരി വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം വെള്ളം തോന്നുമെങ്കിൽ തുറന്ന് വെച്ച് കുക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. ലാസ്റ്റ് കടുക് വറുക്കാൻ വേണ്ടി കടുകും മുളകും കുറച്ച് കറി ലീഫും എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കടുകും കുറച്ച് മുളകും ഒക്കെ ഇട്ട് കൊടുത്ത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തേയും കൂടി അതിനകത്തോട്ട് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ കടുക് വറുത്തതും കൂടി ഇളക്കി കഴിഞ്ഞാൽ അതുണ്ട് പുഴുക്ക് റെഡി. സെർവിങ് ബൗളിലോട്ട് വെക്കാനും കണ്ടോ, ഒരു സെർവിങ് ബൗളിലോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ച് അടിപൊളിയായിട്ടിരിക്കുന്നല്ലേ. അപ്പം ഇതേപോലെ ഇരിക്കണം കേട്ടോ ചക്കപ്പുഴുക്ക്. ഒത്തിരി വെള്ളം പോലെ ഇരിക്കില്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒത്തിരി വെള്ളം പോലെ ഇരിക്കില്ല. അപ്പം പുഴുക്കുണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ട് ഇതേപോലെ ഈ കൺസിസ്റ്റൻസിയിലാണ് പുഴുക്ക് വരേണ്ടത് കേട്ടോ. ഉണ്ടോ, എടുക്കുമ്പോൾ ഇങ്ങനെ, അതാണ് പുഴുക്കിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതേപോലെ കുക്ക് ചെയ്ത് എടുക്കാൻ നോക്കുക. 2-3 പേർക്ക് ഉള്ള ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ, കൂടുതൽ ചക്ക ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുക. ഓക്കെ,
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കുക. വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.